എന്നാൽ 67 വീണ്ടും അറബികൾ യുദ്ധത്തിന് വന്നപ്പോൾ ഇസ്രയേൽ അത് പിടിച്ചെടുത്തു. 1967 യുദ്ധം നടക്കാതെ അവർ ശ്രമിച്ചുവെങ്കിലും ആ യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നു. ഞാനത് ചുരുക്കി പറയുന്നു, വിശദീകരിക്കുന്നില്ല. 67 സിക്സ് ഡേ വാർ. 6 ദിവസമായപ്പോൾ ലോകം ഒരുപോലെ ശബ്ദം ഉയർത്തി, നിർത്തണം, നിർത്തണം, ഇനി യുദ്ധം തുടരരുത്. ഇസ്രയേൽ അതിനു മുമ്പ് കെഞ്ചിയതാണ് രാഷ്ട്രങ്ങളോട് യുദ്ധം നടക്കാതിരിക്കാൻ. ഒരു ദിവസം കൂടെ യുദ്ധം മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഈജിപ്തിന്റെ തലസ്ഥാനമായി കെയ്റോ പിടിച്ചേനെ, സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസ് പിടിച്ചേനെ. പക്ഷേ അവിടെ കൊണ്ട് യുദ്ധം നിർത്തി. ഇസ്രയേലിന് മതിയായിരുന്നു. അവരുടെ പുണ്യഭൂമി അവർ പിടിച്ചെടുത്തു. 1980 ജൂലൈ മാസം അവർ ലോകത്തോട് പ്രഖ്യാപിച്ചു, യെരുശലേം is an undivided eternal capital of Israel. ഇസ്രയേലിന്റെ അവിഭാജ്യമായ നിത്യ തലസ്ഥാനമാണ് യെരുശലേം. 1980 സെപ്റ്റംബറിൽ മൊറോക്കോ എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്ലാമിക് രാജ്യങ്ങളുടെ തലവന്മാർ ഒന്നിച്ചുകൂടി യെരുശലേമിനെ മോചിപ്പിക്കണം. പ്രശ്നം അവിടെ ആരംഭിക്കുകയാണ്. അന്നവർ പറഞ്ഞത്, സൗദിയിലെ പ്രിൻസ് ആണ് പ്രപ്പോസ് ചെയ്തത്, ജിഹാദ് പ്രഖ്യാപിക്കണം. ആ ജിഹാദ് എന്നുള്ള വാക്കിന്റെ മലയാള വെർഷൻ വിശുദ്ധ യുദ്ധം എന്നാണ്. പ്രിയപ്പെട്ടവരോട്, ഈ ഭാഗത്തിൽ നിന്ന് വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഒരു വാക്യം യോവേൽ പ്രവചനത്തിൽ ഞാൻ വായിച്ചോട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വന്നെത്തിയ ദിവസം കഴിഞ്ഞ രാത്രി നമ്മൾ ഓർത്തു, ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവം അവരെ മടക്കിക്കൊണ്ടുവന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങൾ ജീവിക്കുകയാണ്. പത്രോസ് പറഞ്ഞു, അവരോട് പ്രവാചകന്മാർ പറഞ്ഞത് യഥാസ്ഥാനപ്പെടുന്ന കാലം വരെ ക്രിസ്തു സ്വർഗത്തിലായിരിക്കും. ഈ യഥാസ്ഥാനം നടന്നു കഴിഞ്ഞാൽ അവനെ മടക്കി അയക്കും. ആ റീസ്റ്റോറേഷന്റെ പീരീഡിലാണ് ഞാനും നിങ്ങളും. വണ്ടർഫുൾ. ഇനിയും നമ്മൾ ഓർക്കുക, യോവേൽ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം, ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവീൻ, വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ. 11-ാം വാക്യം, ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ. ആ വാക്ക് കണ്ടോ? വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങുവാൻ ആഹ്വാനം കൊടുക്കുകയാണ്. ഏതാണ്ട് 2400 വർഷം മുമ്പ് യോവേൽ പ്രവാചകനിലൂടെ ദൈവം അത് അരുളി ചെയ്യുകയാണ്. വിശുദ്ധ യുദ്ധം എന്നുള്ളതിന്റെ അറബി ഭാഷയാണ് ജിഹാദ്. ആരോടാ പറഞ്ഞത്? ചുറ്റുമുള്ള രാജ്യങ്ങളോട്. നിങ്ങൾ ഓർക്കണം, ഇസ്ലാം ലോകത്തിൽ ഇല്ലായിരുന്നു. ആ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ മുസ്ലിങ്ങളല്ലായിരുന്നു. അവരെ സംബന്ധിച്ച് ഇത് പരിശുദ്ധ സ്ഥലമല്ലായിരുന്നു. ഇസ്ലാം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ക്രിസ്തു വന്ന് AD 622 മുഹമ്മദ് മരിക്കുന്നത്. AD 622 മുഹമ്മദ് മരിച്ച ശേഷം AD 638 ഇബിൻ വലീദ് എന്ന് പറയുന്ന ഒരു സൈന്യം അധിപൻ ആ സൗദി അറേബ്യയിൽ നിന്ന് സൈന്യമായി വന്ന് മധ്യപൂർവ്വ ദേശത്തിലെ ബെഡൂവിയൻസ് എന്ന് പറയുന്ന അറബികളെ ഒന്നുകിൽ കൺവേർട്ടഡ് ആകുക, ഇസ്ലാം സ്വീകരിക്കുക, അല്ലെങ്കിൽ മരിക്കുക എന്ന് വാളുകൊണ്ട് ഈ മതം പ്രചരിപ്പിച്ച് അവിടെ മുഴുവൻ ഇസ്ലാമാക്കി. ഏതാണ്ട് 638 ആയപ്പോൾ യെരുശലേമും അവർ പിടിച്ച് അവരുടെ പുണ്യഭൂമിയാക്കി പ്രസ്താവിച്ചു. യെരുശലേം അവരുടെ പുണ്യഭൂമിയായി പ്രസ്താവിച്ചു. അതിന്റെ ശേഷമാണ് ഈ ഡോം ഓഫ് ദി റോക്കും അലാസ്ക മോസ്കും പണിതത്. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, പ്രിയപ്പെട്ട നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ദൈവവചനത്തിൽ പറഞ്ഞു, ചുറ്റുമുള്ള രാജ്യങ്ങളോട് വിശുദ്ധ യുദ്ധം പ്രഖ്യാപിക്കാൻ പറഞ്ഞു. മാത്രമല്ല, കാലത്തിന്റെ അവസാനം ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്ക് പ്രശ്നമാക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്, 2 നേഷൻ സൊല്യൂഷൻ. പലസ്തീൻ രാഷ്ട്രം ഉണ്ടാക്കണം. ഇസ്രായേലിനോട് ചേർന്ന് പലസ്തീൻ രാഷ്ട്രം ഉണ്ടാക്കണം. കാരണം കഴിഞ്ഞ 2 വർഷമായി യുദ്ധം നടക്കുകയാണ്. 2007 ഒക്ടോബർ തൊട്ട് ഇസ്രായേൽ ചുറ്റുമുള്ള രാജ്യങ്ങളെ ബോംബ് ചെയ്ത് തീർത്തോണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പട്ടിണി കൊണ്ടും ബോംബിംഗ് കൊണ്ടും 80, 60, 30, 100 ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും എണിക്കുന്നില്ല. ലോകരാഷ്ട്രങ്ങൾ ഇത് നിർത്താൻ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. ഇസ്രായേൽ ആരും പറയുന്നത് കേൾക്കാതെ യുദ്ധം നടത്തുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് UN ജനറൽ അസംബ്ലി കൂടാൻ പോവുകയാണ്. ഈ മാസമോ അടുത്ത മാസമോ മറ്റോ കൂടുകയാണ്. അവിടെ ഉരുത്തിരിഞ്ഞ ആശയം 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഇന്ന് വരെ പലസ്തീൻ രാഷ്ട്രം ഉണ്ടായിട്ടില്ല. പലസ്തീൻ അധികാരികളെ ഉള്ളൂ.
ഇസ്രായേലിൽ നിങ്ങൾ പോയി അവിടുത്തെ ചരിത്രമെന്ന് നോക്കിയാൽ, നമ്മള് ഫലസ്തീനികൾ എന്ന് കേൾക്കുന്നുണ്ട്. ഫലസ്തീനികൾ രാജ്യമായിട്ടില്ല. ഫലസ്തീനികൾ അതോറിറ്റി ഉണ്ട്. അവർക്ക് പട്ടാളമില്ല, അവർക്ക് അങ്ങനെയുള്ളതൊന്നുമില്ല. പോലീസുകാരുണ്ട്, അവരെ ഇസ്രായേൽ അനുവദിച്ചിട്ടില്ല. എന്നാൽ ഫലസ്തീൻ രാഷ്ട്രമുണ്ടാക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. ആ ഫലസ്തീൻ രാഷ്ട്രമുണ്ടാക്കാൻ ലോകം, ഈ ഫലസ്തീനികൾ ആവശ്യപ്പെടുന്നു. നിങ്ങൾ കേട്ട് കാണും, യാസർ അറാഫത്തും ഇതുപോലെയുള്ളവരൊക്കെ കിണഞ്ഞു പരിശ്രമിച്ചു ഫലസ്തീന് ഒരു രാജ്യമുണ്ടാക്കാൻ. എന്നാൽ അമേരിക്കയും ഇസ്രയേലും കൂടെ ചേർന്ന് ഇത് നടക്കാതിരിക്കാൻ രാഷ്ട്രീയ തന്ത്രങ്ങൾ പിണഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണമെന്നറിയാമോ? പറയാം. നമുക്ക് 2-3 അധ്യായങ്ങൾ ഒന്നിച്ച് നോക്കിയാൽ അതിന്റെ ഗൗരവം മനസ്സിലാകും. ഞാൻ ഓടിച്ചെങ്കിലും ഒന്ന് പറയാൻ നോക്കാം. നോക്കുക, ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണം. ഞാൻ 2007 ഒക്ടോബറിൽ ഈ ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ച് 1200 പേരെ കൊന്നു. ഏതാണ്ട് 250 പേരെ പിടിച്ചോണ്ടുപോയപ്പോൾ ലോകത്തിലെ വലിയൊരു പൊളിറ്റിക്കൽ ലീഡറാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് ഞാൻ അന്നേരം കുറിച്ചെടുത്തു. ഞാൻ എന്റെ നോട്ട്സിൽ അത് കുറിച്ചു വെച്ചു. പുടിൻ പറഞ്ഞു, യുഎന്റെ തീരുമാനം നടപ്പാക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ. എന്താ യുഎന്റെ തീരുമാനം? യുഎന്റെ തീരുമാനം എന്താണ്? യുഎന്റെ തീരുമാനം ഓൾറെഡി തീരുമാനം എടുത്തിട്ടിരിക്കുകയാണ്. 2016 UN ഡിസംബർ 2016 ഡിസംബറിൽ UN തീരുമാനമെടുത്ത് പാസ്സാക്കിയിട്ടിരിക്കുകയാണ്. എന്താ പാസ്സാക്കിയത്? ഒരു പലസ്തീൻ രാഷ്ട്രം ഉണ്ടാക്കണം. ഇസ്രയേൽ 48 അതിരിലേക്ക് മടങ്ങി വന്ന് 67 അവർ പിടിച്ചെടുത്ത സ്ഥലങ്ങളെല്ലാം വിട്ടുകൊടുക്കണം. 67 ഏതൊക്കെയാ പിടിച്ചെടുത്തത്? 67 അവർ ഈജിപ്തിന്റെ കയ്യിൽ നിന്ന് ഗാസ പിടിച്ചെടുത്തു, സിറിയയുടെ കയ്യിൽ നിന്ന് ഗോളൻ ഹൈറ്റ്സ് പിടിച്ചെടുത്തു, വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്തു, ജോർദാന്റെ കയ്യിൽ നിന്ന് യെരുശലേം പിടിച്ചെടുത്തു. ഈ സ്ഥലങ്ങളൊക്കെ 67 യുദ്ധത്തിലാണ് പിടിച്ചെടുത്തത്. എന്നാൽ 2016 ലോക ചരിത്രത്തിൽ ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത ഒരു സംഭവം ഉണ്ടായി. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ അധികാരമുള്ള ആരാന്നറിയാമോ? UN സെക്യൂരിറ്റി കൗൺസിൽ, യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ. 15 രാഷ്ട്രങ്ങളാണ് അതിന്റെ അംഗങ്ങൾ. ഈ UN സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു തീരുമാനമെടുത്താൽ അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നേ കഴിയുള്ളൂ. UN സെക്യൂരിറ്റി കൗൺസിൽ. എന്നാൽ UN സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു പ്രശ്നം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് വീറ്റോ ചെയ്യാൻ 5 രാഷ്ട്രങ്ങൾക്ക് പവറുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ലോകമഹായുദ്ധം ഇനി ഉണ്ടാകാതിരിക്കാനാണ് UN ഉണ്ടാക്കിയത്. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ഈ വേൾഡ് പവറായ റഷ്യ, അമേരിക്ക, ഫ്രാൻസ്, ചൈന, ഈ മുതലായ ന്യൂക്ലിയർ പവർ നേഷൻസിന് വീറ്റോ ചെയ്യാൻ അധികാരമുണ്ട്. ഇന്ത്യ അതിൽ അംഗത്വത്തിന് വേണ്ടി ശ്രമിച്ചിട്ട് ഇന്നുവരെ കൊടുത്തിട്ടില്ല. വീറ്റോ ചെയ്യാൻ അധികാരമുണ്ട്. അതുകൊണ്ട് എന്ത് റെസൊല്യൂഷൻ ഇസ്രായേലിന് വിരോധമായി കൊണ്ടുവന്നാലും അമേരിക്ക അവസാനം വീറ്റോ ചെയ്യും. ഒരെണ്ണം പോലും പാസ്സാക്കിയിട്ടില്ല ഇസ്രായേലിന് വിരോധമായി. അമേരിക്ക വീറ്റോ ചെയ്യും. വീറ്റോ ചെയ്താൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ 2016 ഡിസംബറിൽ ബാരക് ഒബാമ, അദ്ദേഹം 2 ടേം അമേരിക്ക ഭരിച്ചിട്ട് അധികാരം മാറുന്നത് ഡിസംബർ 2016 ഡിസംബർ 2016 താൻ അധികാരം മാറുമ്പോൾ ഒരു പണി ഒപ്പിച്ചിട്ടാ പോയത്. അധികം പേരത് നോട്ട് ചെയ്തിട്ടില്ല. അന്ന് UN സെക്യൂരിറ്റി കൗൺസിൽ കൂടി. UN സെക്യൂരിറ്റി കൗൺസിൽ 15 രാജ്യങ്ങൾ ഇസ്രായേലിന് വിരോധമായി ഒരു പ്രബന്ധം കൊണ്ടുവന്നു. ആ പ്രബന്ധം ഇതാണ്: ഇസ്രായേൽ 48 അതിരിലേക്ക് മടങ്ങിപ്പോകണം, 67 പിടിച്ചെടുത്ത സ്ഥലങ്ങൾ വിട്ടുകൊടുക്കണം, ഇനി വെച്ചുകൊണ്ടിരിക്കരുത്. സാധാരണ അമേരിക്ക വീറ്റോ ചെയ്യും. എന്നാൽ 2016 ഡിസംബറിൽ ബാരക് ഒബാമ മിണ്ടാതിരുന്നു. അമേരിക്ക മൗനമായിരുന്നു. 14 രാജ്യങ്ങൾ ആ പ്രബന്ധം ഇസ്രായേലിന് വിരോധമായി വോട്ട് ചെയ്ത് പാസ്സാക്കിയെടുത്തു. എന്താ ഈ ബാരക് ഒബാമ മിണ്ടാതിരുന്നത്? അദ്ദേഹത്തിന്റെ ചോരയിൽ നാം മനസ്സിലാക്കുന്നതിനെക്കാട്ടിൽ അല്പം വ്യത്യസ്തമായ ഒരു ബ്ലഡ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പൂർണ്ണ പേരെന്തുവാ? ബാരക് ഹുസൈൻ ഒബാമ. അപ്പൻ മുസ്ലിം ബാരക് ഹുസൈൻ ഒബാമ. അദ്ദേഹം 2016 ഡിസംബറിൽ
അമേരിക്ക ഈ സെക്യൂരിറ്റി കൗൺസിലിൽ വീറ്റോ ചെയ്യാതെ ഇസ്രയേലിന് വിരോധമായി ഇത് പാസാക്കിയെടുത്തു. അങ്ങനെ പാസാക്കിയെടുത്താൽ പിന്നീട് എന്താ നടക്കേണ്ടത്? ഇസ്രയേലിനോട് ആവശ്യപ്പെടുകയാണ് സെക്യൂരിറ്റി കൗൺസിൽ, നിങ്ങൾ മാറില്ലേ? മാറാതെ വന്നാൽ എന്താ ചെയ്യുന്നത്? അടുത്തത് വേൾഡ് പോലീസ് പോകും, ലോകത്തിന്റെ രാജ്യങ്ങൾ പോകും. ഞാനൊരു തെളിവ് പറയാം. ഇറാഖ് കുവൈറ്റ് കയറി പിടിച്ചു. ഇവിടെ കുവൈറ്റ് ജോലി ചെയ്ത പല സഹോദരന്മാർ, ഞാൻ അന്തരം ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയമാണ്. ഇറാഖ് കയറി കുവൈറ്റ് പിടിച്ചെടുത്തു. അവിടുത്തെ രാജാവും കുടുംബവും ഒക്കെ പ്ലെയിനിൽ കയറി സ്ഥലം വിട്ട് 4 വഴി. പക്ഷേ ലോകരാഷ്ട്രങ്ങൾ മിണ്ടാതിരുന്നില്ല. ലോകരാഷ്ട്രങ്ങൾ UN സെക്യൂരിറ്റി കൗൺസിൽ സദ്ദാം ഹുസൈനോട് മാറാൻ പറഞ്ഞു. മാറത്തില്ലേ? പിന്നെ നടന്നത് എന്താ? വേൾഡിലെ പട്ടാളങ്ങൾ, ലോകരാജ്യങ്ങളുടെ പട്ടാളം, അമേരിക്കയുടെ, ബ്രിട്ടന്റെ, ഫ്രാൻസിന്റെ, ഈവൻ ബംഗ്ലാദേശിന്റെ ആർമി വരെ പോയി. പൊങ്ങി നടക്കാൻ വയ്യാത്ത ബംഗ്ലാദേശിന്റെ ആർമി വരെ പോയി കുവൈറ്റിനെ മോചിപ്പിക്കാൻ. അങ്ങനെയാണ് സദ്ദാം ഹുസൈന്റെ കയ്യിൽ നിന്ന് കുവൈറ്റ് മോചിപ്പിച്ചെടുത്ത് അവിടെ ഭരിച്ചിരുന്ന രാജാവിന്റെ കയ്യിൽ തിരിച്ചു കൊടുത്തത്. അത് സെക്യൂരിറ്റി കൗൺസിൽ പാസ്സാക്കിയുള്ളൂ. അതുപോലെ പാസ്സാക്കിയിട്ടിരിക്കുക. ഇത് ഇസ്രയേലിന് വിരോധമായി പാസ്സാക്കിയിട്ടിരിക്കുക. എന്തുകൊണ്ടാ ഇസ്രയേലിന് വിരോധമായ ലോകരാജ്യങ്ങൾ വരാത്തത്? ഈ 2016 ഡിസംബറിൽ ഈ ബാരക് ഒബാമ അത് പാസ്സാക്കി കഴിഞ്ഞ ഉടനെ ജാനുവരിയിൽ 1-ാം തീയതി തൊട്ട് വേറെ ഒരു പ്രസിഡന്റ് വരികയാ, ഡൊണാൾഡ് ട്രംപ്. ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം തിരിഞ്ഞു. ട്രംപ് ഇസ്രയേലിന് വളരെ അനുകൂലമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മരുമോൻ യഹൂദനാണ്. അദ്ദേഹത്തിന്റെ അഡ്വൈസേഴ്സ് യഹൂദന്മാരാണ്. അദ്ദേഹത്തിന് യഹൂദന്മാരുമായിട്ടുള്ള ബിസിനസ്സിൽ വലിയ സ്വാധീനതയുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഈ ഇസ്രയേലിന് കുറച്ചുകൂടെ ആനുകൂല്യമുള്ളത് കൊടുത്തുകൊണ്ട് UN സെക്യൂരിറ്റി കൗൺസിൽ പാസ്സാക്കിയത് അത് നടപ്പാക്കിയില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു കാര്യം പാസ്സാക്കിയാൽ അത് പിന്നെ അത് ഇല്ലാതാക്കാനൊക്കില്ല. അതവിടെ കിടക്കും. നിങ്ങള് സക്രിയ പ്രവചനത്തിൽ തന്നെ നോക്കുക. ഈ സക്രിയ പ്രവചനത്തിൽ നാം വായിക്കുന്നു, അതിന്റെ 3-ാം വാക്യം, യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കും. ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചോട്ടെ. ആധുനികമായ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം പറയട്ടെ. UN സെക്യൂരിറ്റി കൗൺസിൽ, UN ജനറൽ അസംബ്ലി കൂടുകയാണ്. ഈ മാസമോ അടുത്ത മാസമോ കൂടുകയാണ്. ഓൾറെഡി ഫ്രാൻസ് പ്രഖ്യാപിച്ചു പലസ്തീൻ രാജ്യം ഉണ്ടാക്കണം. ബ്രിട്ടൻ അതിനെ അനുകൂലിച്ചു, പലസ്തീൻ രാഷ്ട്രം ഉണ്ടാക്കണം. മറ്റ് ചെറിയ രാജ്യങ്ങളും പല രാജ്യങ്ങളും യൂറോപ്പിലുള്ള രാജ്യങ്ങൾ അതിനെ പിന്തുടർന്നു. പലസ്തീൻ രാഷ്ട്രം ഉണ്ടാക്കണം. അതിന് പറയുന്നത് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ. മധ്യപൂർവ്വദേശത്ത് സമാധാനം ഉണ്ടാക്കാൻ 2 രാജ്യം വേണം. ഇസ്രയേലിനെയും അംഗീകരിക്കണം, പലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കണം. 2 സ്റ്റേറ്റ് സൊല്യൂഷൻ. പക്ഷേ ആരും ഇത് കേൾക്കുമ്പോൾ ഓർക്കുന്നില്ലേ? പലസ്തീൻ രാജ്യത്തിന് തലസ്ഥാനമായിട്ട് ഏത് സ്ഥലമാ വേണ്ടിയതറിയോ? യെരുശലേം. പലസ്തീൻ അധികാരികൾക്ക് യെരുശലേം വേണം അവരുടെ തലസ്ഥാനമായി. അറബി രാജ്യങ്ങൾക്കൊക്കെ യെരുശലേം തലസ്ഥാനമായി വേണം. ഇസ്രയേലിന്റെ നിത്യ തലസ്ഥാനമാണ് യെരുശലേം. അവർ പറഞ്ഞു, ഇനി ഞങ്ങൾ അതിനെ വിട്ടുകൊടുക്കില്ല. ആര് പരിഹരിക്കും? ലോക രാഷ്ട്രീയത്തിൽ പരിഹരിക്കപ്പെടാൻ വയ്യാത്ത ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് യെരുശലേമാണ്. ഇസ്രയേൽ സകല തന്ത്രങ്ങൾ ഉപയോഗിക്കും. നിങ്ങൾ ഓർക്കണം, ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന ഈ പ്രോബ്ലം ഇത് ആളിക്കത്താൻ പോവുകയാണ്. ഇത് പടർന്ന് കത്താൻ പോവുകയാണ്. ഇപ്പോഴാണ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞു, യുക്രൈൻ യുദ്ധം നിർത്തിക്കോണം റഷ്യയോട് പറഞ്ഞു. 50 ദിവസം ഏതാണ്ടാ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 50 ദിവസം വെട്ടിച്ചുരുക്കി, കുറച്ചുകൂടെ ഡേറ്റ് കുറച്ചു. യുദ്ധം നിർത്തിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അമേരിക്കയുടെ വളരെ അധികം ശക്തി കൂടിയ ആയുധങ്ങളും കപ്പലുകളും ആ ഭാഗത്തോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വേൾഡ് വാറിന്റെ മണം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യ യാതൊരു ഒരു കൂസലുമില്ലാതെ അവരുടെ മുങ്ങിക്കിടക്കുന്ന കപ്പലുകൾ കൊണ്ട്, റെഡ് ടൈഫൂൺ ഒക്ടോബർ എന്നൊക്കെ പറയുന്ന ഓരോ കപ്പലിലും ന്യൂക്ലിയർ മിസൈലുകളാണ് കിടക്കുന്നത്. മുങ്ങിക്കപ്പലുകളിൽ അതിനെ അലേർട്ട് ചെയ്തു.
കടലിൽ കിടക്കുന്ന ന്യൂക്ലിയർ ആയുധങ്ങളുള്ള ന്യൂക്ലിയർ മിസൈലുകളെ അലർട്ട് ചെയ്തു റഷ്യ. അമേരിക്ക ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഈ ആയുധങ്ങൾ അങ്ങോട്ട് നീക്കുകയാണ്. റഷ്യയുടെ അതിരിൽ കിടക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ആയുധം കൊണ്ട് നിറയ്ക്കുകയാണ് ഇപ്പോൾ. ഇത് പൊട്ടിപ്പുറപ്പെടാൻ പോവുകയാണ്. പക്ഷേ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, കീ പ്രോബ്ലം എന്ന് പറയുന്നത് ഇസ്രയേൽ ഇപ്പോഴ് ഉണ്ടായിരിക്കുന്ന ഇപ്പൊ പലസ്തീൻ രാഷ്ട്രം ഉണ്ടാക്കണം. പലസ്തീൻ രാഷ്ട്രം ഉണ്ടാക്കിയെന്നിരിക്കട്ടെ, അവിടം ഉണ്ടാക്കുമോന്ന് എനിക്കറിയില്ല, ഉണ്ടാക്കിയെന്നിരിക്കട്ടെ, വചനത്തിന്റെ വെളിച്ചത്തിൽ, യോവേലിന്റെ വെളിച്ചത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇസ്രയേൽ അത് തിരിച്ചു പിടിക്കുന്നത് യോവേലല്ല, ഉപദ്യ പ്രവചനത്തിലുണ്ട്. സമയമുണ്ട്, ഇല്ല, ഉണ്ടെങ്കിൽ ഞാൻ അത് എടുക്കാമായിരുന്നു. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഈ പലസ്തീൻ രാഷ്ട്രം രൂപീകരിച്ചാൽ യെരുശലേം എങ്ങനെ പരിഹരിക്കപ്പെടും? യെരുശലേം പരിഹരിക്കാൻ ഒക്കില്ല.